അർച്ചന വാസുദേവ് സ്ക്രിപ്റ്റ് ചെയ്ത് ലിജിൻ ജോസ് ഡയറക്ട് ചെയ്തിട്ടുള്ള ഹെർ മൂവി കണ്ടു. ആക്ച്വലി ഞാൻ നല്ല രീതിക്ക് വെയിറ്റിംഗ് ആയിരുന്നു. ബിക്കോസ് ഈ മൂവിയുടെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു ലേഡിയാണ്, അർച്ചന വാസുദേവ്. അറിയാലോ, മലയാള സിനിമയിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ ഇങ്ങനെ തിരക്കഥാകൃത്തായി മാറുന്നതും അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അതിനെ ഒരു ജോബായിട്ട് പ്രൊഫഷനായിട്ട് കൊണ്ടുപോകുന്നതൊക്കെ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. കുറച്ചൊക്കെ സ്ത്രീകൾ വന്ന് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനൊരു ജോലിയായിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രിപ്റ്റ് ചെയ്യാൻ പ്രാപ്തിയുള്ള സ്ത്രീകൾ ആരും ഇവിടെ വന്നിട്ടില്ല സത്യത്തിൽ. സോ അങ്ങനെ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് അർച്ചനെ പോലെ ഒരാൾ വരുന്ന സമയത്ത് പുള്ളിക്കാരി എന്തായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്, എത്രമാത്രം ഫ്രഷ് ആയിട്ടുള്ള സാധനമായിരിക്കും പറയാൻ പോകുന്നത്, പുള്ളിക്കാരുടെ കാലിബർ എന്താണെന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷ ഉണ്ടായിരുന്നു. കൂടാണ്ട് വിമൻ സെൻട്രിക് ആയിട്ടുള്ള മൂവിയാണ് കൊണ്ടുവരുന്നത്. അപ്പം ഒരു സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള സിനിമ പറയുന്ന സമയത്ത് അവരുടെ പെർസ്പെക്റ്റീവിൽ എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. കാരണം പുരുഷന്മാർ സ്ത്രീകളെ കുറിച്ച് പറയുന്ന പോലെയല്ല സ്ത്രീകൾ സ്ത്രീകളുടെ ലൈഫിനെ കുറിച്ചും കാഴ്ചപ്പാടിനെ കുറിച്ചൊക്കെ പറയുന്നത്. അത് എൻ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ അർച്ചനയ്ക്ക് ഒന്നും പറയാനില്ല. ഒരു സ്ത്രീ വിമൻ സെൻട്രിക് ആയിട്ടുള്ള മൂവി കൊണ്ടുവന്ന് പാർവതി തിരുവോത്ത്, ഉർവശി പോലുള്ള അത്രയും നല്ല ആർട്ടിസ്റ്റുകൾ കൊണ്ടുവന്നിട്ട് ഇതാണോ ഇവർക്ക് പറയാനുള്ളത് എന്നുള്ള സാധനമില്ലേ, അല്ലെങ്കിൽ എന്തിനാണ് ഇവർ ഇത്ര കഷ്ടപ്പെട്ട് ഇവരൊക്കെ കൊണ്ടുവന്ന് ഈ സിനിമ എടുത്തത് പറഞ്ഞെന്നുള്ള തോട്ടാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ വന്നിട്ടുള്ളത്. മാത്രമല്ല ലിജിൻ ജോസിന്റെ കാര്യമാണെങ്കിൽ പോലും ഞാൻ ചിന്തിച്ചു, അർച്ചന വാസുദേവ് ഈ മൂവിക്കകത്ത് കൊണ്ടുവന്നിട്ടുള്ള സ്ക്രിപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ആന്തോളജി മൂവീസിൽ കണ്ട് മറക്കാത്ത സാധനങ്ങളാണ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരുത്തി എന്നല്ലാണ്ട് ഒരു ഫ്രഷ്നെസ്സും ഇതിനകത്ത് ഇല്ല. സീരിയസ്ലി ഞാൻ നോക്കിയിട്ട് എനിക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അതിൽ തന്നെ ആദ്യത്തെ ഇതും ആന്തോളജി മൂവിയാണ്. ആദ്യത്തെ മൂവി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ മൂവിയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഒരു ഡെപ്തും ഇല്ലാത്ത സാധനം. നമുക്ക് ക്യാരക്ടേഴ്സിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോകും തോറും നമുക്ക് ഒരു വൈകാരികപരമായിട്ടുള്ള അടുപ്പും തോന്നില്ല. അടുപ്പം മാത്രമല്ല, എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് പോലും മനസ്സിലാവുന്നില്ല. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയാം. അതിന് മുൻപായിട്ട് മൂവിയുടെ മറ്റു ടെക്നിക്കൽ സൈഡൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. AT പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അനീഷ് M തോമസ് ആണ് മൂവി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മൂവിയുടെ DOP ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് ചന്ദ്രു സെൽവരാജ് ആണ്. കിരൺ ദാസ് ആണ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ടെക്നിക്കൽ സൈഡ് വരുന്നത്. ഈ ഒരു ആന്തോളജി മൂവിക്കകത്ത് ഒരു 3-4 കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അതിൽ തന്നെ ഐശ്വര്യ രാജേഷ് ചെയ്തിട്ടുള്ള കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിലൂടെയാണ് മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ആ ഒരു സാധനം കാണിക്കുന്ന സമയത്ത് എന്തിനാണ് സ്ത്രീകൾ എപ്പോഴും സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള കഥ പറയുന്ന സമയത്ത് പുരുഷന്മാരെ ഉണ്ടല്ലോ വളരെ ഞാനൊരു ലേഡിയാണ്, പക്ഷെ ഈ പുരുഷന്മാർ വളരെ മോശമാക്കി കാണിക്കാൻ വേണ്ടി, പുരുഷന്മാരുടെ തുറച്ചു നോട്ടം കാണിക്കാൻ വേണ്ടിയിട്ട് അത് എക്സാജറേറ്റ് ചെയ്ത് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് വളരെ സ്വാഭാവികമായിട്ട് എടുക്കാവുന്ന സാധനമുള്ളൂ. ഇതിനകത്താണെങ്കിൽ അങ്ങനെ വിപുലീകരിച്ചിട്ടാണ് കാണിക്കുന്നത്. ഇതിനകത്ത് പുരുഷന്മാരെ വളരെ മോശമായിട്ട് കാണിക്കുന്ന പോലെ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഐശ്വര്യ രാജേഷിന്റെ ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടർ പൊതുവിൽ അവരെടുത്ത നിലപാടുകളും മറ്റു കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലേഡിയാണ്. സമൂഹത്തിനെ പേടിക്കാണ്ട് അവർക്ക് നിലപാടുകൾ എടുക്കാൻ അറിയാം, ജീവിക്കാൻ അറിയാം. സമൂഹത്തെ അവർ ചിന്തിക്കുന്നു, അതിനെപ്പറ്റി ചിന്തിക്കുന്നു പോലുമില്ല. അങ്ങനെ ഒരു സ്ത്രീക്ക് ഒരു പുരുഷന്റെ തുറച്ചുനോട്ടത്തെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉറപ്പായിട്ടുണ്ടായിരിക്കും. അല്ലാണ്ട് ഒരു പുരുഷൻ തുറച്ചു നോക്കിക്കഴിഞ്ഞാൽ പരുങ്ങളോട് കൂടി ഓടിപ്പോകുന്ന സ്ത്രീയൊന്നും അല്ല. അപ്പൊ ഐശ്വര്യ രാജേഷ് ചെയ്യുന്ന ക്യാരക്ടറിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം അതാണ്. പുള്ളിക്കാരി ഭയങ്കരമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുത്ത ക്യാരക്ടറാണ്. പക്ഷെ ഒരു പുരുഷൻ തുറച്ചു നോക്കുമ്പോഴേക്കും അവരങ്ങ് ഉൾവലിഞ്ഞു പോവാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടറിന്, അത്ര നിലപാടുള്ള ഒരു ക്യാരക്ടറിന് ഒരിക്കലും അത് സാധ്യമാകില്ല എന്നാണ് പേഴ്സണലി എന്റെ അഭിപ്രായം. അത് ആ മൂവി കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ സിനിമയ്ക്കകത്ത് ഉണ്ടല്ലോ മറ്റേ സംഭവം കാണിക്കുന്നുണ്ട്. ഒരു സ്ത്രീ തുറച്ചു നോക്കിയാൽ പുരുഷന്മാർ പേടിച്ചു പോകും, ഇത്രയൊക്കെയുള്ള പുരുഷന്മാർ എന്നൊക്കെ പറയുന്ന സാധനത്തിന്റെ സംഭവമൊക്കെ കാണിക്കുന്നുണ്ട്. ഇതാണോ സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള സിനിമയിലൊക്കെ പറയേണ്ട സാധനം? ഇതൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞ് കണ്ട് വായിച്ച് മടുത്ത സാധനങ്ങളാണ്. ഇത് മാത്രമൊന്നുമല്ല, ഐശ്വര്യ രാജേഷിന്റെ ഈ ഒരു കഥ ഒരു 15 മിനിറ്റോളം പോകുന്നുണ്ട്. 15 മിനിറ്റ് പറഞ്ഞു പോയിട്ട് നമ്മൾ ആലോചിക്കുന്നത് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞതാണ്. കാരണം ഒരു കാര്യമില്ലാത്ത കഥ. ഇത് മാത്രമല്ല, പിന്നീട് രമ്യ നമ്പീഷിന്റെ സ്റ്റോറി വരുന്നുണ്ട്. രമ്യ നമ്പീഷൻ ചെയ്യുന്ന ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിനും ഇതേപോലെയാണ്, ഡെപ്ത് ഇല്ല. കുറെ എന്തൊക്കെ കാണിച്ചു പോകുന്നു എന്നല്ലാണ്ട് നമുക്ക് കഥാപാത്രങ്ങളോട് ഒരു അടുപ്പും വരുന്നില്ല. അവരുടെ ലൈഫ് കാണിക്കുമ്പോഴും ഇതിന്റെ ക്ലൈമാക്സ് ആകുമ്പോഴും ആ ഒരു ഗ്രാഫിൽ മാറ്റം വരുന്നില്ല. തുടക്കം മുതൽ ഗ്രാഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തുടക്കം തൊട്ട് അവസാനം വരെ ഗ്രാഫ് ലെവൽ ഒരേപോലെ ആകുമ്പോൾ അതിനകത്ത് കണ്ടിരിക്കുന്ന ഓഡിയൻസിന് എന്താണ് റോൾ ഉള്ളത്? അവർക്ക് ഒരു എക്സൈറ്റ്മെന്റും ഇല്ല. അത് എന്തിനാ ഇവർ കഥ പറഞ്ഞെന്ന് ആലോചിക്കും, ഒരു തേങ്ങയും മനസ്സിലാവില്ല. പിന്നെ കൂട്ടത്തിൽ കൊള്ളാവുന്നത് ഉർവശിയുടെ ഒരു സ്റ്റോറി ഉണ്ട്. സ്റ്റോറി അല്ല, പെർഫോമൻസ് ആണ്. സ്റ്റോറി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹലീമ ഡയറക്ട് ചെയ്തിട്ടുള്ള സില്ലു കരുപ്പട്ടി എന്ന് പറയുന്ന ഒരു മൂവി ഉണ്ടായിരുന്നു. ആന്തോളജി മൂവിയാണ് തമിഴില്. അതിനോട് സമാനമായിട്ട് അതിൽ ഹേ അമ്മു എന്ന് പറയുന്ന ഒരു ആന്തോളജി മൂവി ഉണ്ട്. അതിനോട് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇതിനകത്തും കഥ പറഞ്ഞിട്ടുള്ളത്. അവിടുന്ന് ഇങ്ങോട്ട് അടിച്ചു മാറ്റി കുറച്ച് മാറ്റങ്ങൾ വരുത്തിയെന്ന് ഏതൊരു സിനിമ കണ്ട ആളും ചിന്തിക്കുകയുള്ളൂ. അല്ലാണ്ട് ഒരു പുതുമയില്ലാത്ത സാധനത്തിനാണ് ഉർവശിയുടെ സംഭവം കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഉർവശിയുടെ പെർഫോമൻസ് കൊള്ളായിരുന്നു. പിന്നെ പാർവതി തിരുവോത്തിന്റെ ഒരു സ്റ്റോറി ഉണ്ട്. എനിക്ക് ഈ കൂട്ടത്തിൽ വളരെ ബോറായിട്ട് തോന്നിയിട്ടുള്ളത് പാർവതി തിരുവോത്തിന്റെ സ്റ്റോറിയാണ്. ബോധപൂർവം വളരെയധികം പുരോഗമനം കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വിമൻ സെൻട്രിക് മൂവി ആണെന്ന് കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം പാർവതി തിരുവോത്തിന്റെ ആ സ്റ്റോറി കൊണ്ടുവന്ന്
ഫോഴ്സ്ഫുള്ളി അതിലേക്ക് വെച്ചതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇതൊന്നും വളരെ നോർമലായിട്ട് സംഭവിക്കുന്ന, വളരെ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കഥകളൊന്നും ആയിട്ട് തോന്നുന്നില്ല. എല്ലാം ഫോഴ്സ്ഫുള്ളി കൊണ്ടുവച്ചു. അതും പാർവതി കഷ്ടപ്പെട്ട് അഭിനയിക്കുകയാണ്. ഞാൻ അഭിനയിക്കുകയാണ് എന്ന് വിളിച്ചറിയിക്കുന്ന പോലെയാണ് പാർവതിയുടെ അഭിനയം പോയിട്ടുള്ളത്. സോ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും നമുക്ക് ഈ കഥയും ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല. പാർവതിയുടെ അഭിനയം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ സ്റ്റോറീസും, അതിൽ ലിജോമോളുടെ സ്റ്റോറിയാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. അത് നമ്മുടെ ഹിന്ദിയിലുണ്ടായിരുന്ന ആന്തോളജി മൂവി ഉണ്ടായിരുന്നു, ലസ്റ്റ് സ്റ്റോറീസ് 2 എന്ന് പറയുന്ന സെക്കൻഡ് പാർട്ടായിരുന്നു. ആ ലസ്റ്റ് സ്റ്റോറീസ് 2 വരുന്ന ഒരു സ്റ്റോറി എടുത്തിട്ട് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇതിനകത്ത് കൊണ്ടുവന്ന് വെച്ച് ലിജോമോൾ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചെന്നുള്ളൂ. അത് മാത്രമൊന്നല്ല, ഈ ആന്തോളജി മൂവിയുടെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് 4-5 സ്റ്റോറീസ് ഉണ്ട് ഇതിനകത്ത്. ഇതിനെല്ലാം ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന രീതി എന്ന് പറയുന്നത് ഹലീമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള സില്ല് കരിപ്പട്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ള അതേ സംഭവങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. കഥകൾ തമ്മിൽ ബന്ധമൊന്നുമില്ല. കുറച്ച് കഥാപാത്രങ്ങളെ ഓരോ സ്റ്റോറിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സില്ല് കരിപ്പട്ടിക്കകത്ത് ഹലീമ എന്ത് യൂസ് ചെയ്തിട്ടുണ്ടോ അതേ സംഭവം യൂസ് ചെയ്തിട്ടാണ് ഇതിനകത്ത് വന്നത്. അല്ലാണ്ട് ഒരു ഫ്രഷ്നെസ്സും വന്നിട്ടില്ല. സോ ഒരു സ്ക്രിപ്റ്റ് എന്ന നിലയ്ക്ക് എങ്ങനെ നോക്കുകയാണെങ്കിലും ലസ്റ്റ് സ്റ്റോറീസ്, സില്ല് കരിപ്പട്ടി, അതിൻ്റെയൊക്കെ കുറെ കഥകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും. സില്ല് കരിപ്പട്ടിയുടെ ഒരു പാറ്റേൺ ഇതിനകത്ത് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ അർച്ചന വാസുദേവിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ടോട്ടലി നിരാശയായിരുന്നു. സോ സിനിമ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വന്നിട്ടുള്ള ഒരു സംശയമാണ്, ഒരു ഡയറക്ടറുടെ അടുത്ത് ഒരു റൈറ്റർ പോയി കഥ പറയുന്ന സമയത്ത് ആ ഡയറക്ടറിന് മനസ്സിലാക്കാൻ പറ്റില്ല ഇത് പല സിനിമകളിൽ യൂസ് ചെയ്തിട്ടുള്ള സംഭവമാണ്, ഈ സ്ക്രിപ്റ്റിൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള സംഭവം ഇല്ല എന്നൊക്കെ മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഉണ്ടാവില്ലേ? ഇവിടുത്തെ ഡയറക്ഷൻ എന്തുകൊണ്ടാണ് അതില്ലാണ്ട് പോയത്? ഇത്ര അധികം പല ആന്തോളജി മൂവീസിലും, അതും വളരെ ഫേമസ് ആയിട്ടുള്ള മൂവീസിലൊക്കെ വന്നിട്ടുള്ള സംഭവത്തിൽ തന്നെ ഇദ്ദേഹം എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല എന്നുള്ളൊരു സംശയമാണ് എനിക്ക് വന്നിട്ടുള്ളത്. പിന്നെ സിനിമയിൽ അഭിനയത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ കുറെ ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മാല പാർവതി, ഗുരു സോമസുന്ദരം, ഇങ്ങനെയൊക്കെ പലരും വന്നിട്ടുണ്ട്. പക്ഷെ സിനിമയ്ക്കകത്ത് പ്രത്യേകിച്ച് കഥയില്ല, ഒരു ഡെപ്തുമില്ല, സ്ത്രീ കേന്ദ്രീകൃതം, വിമൺ സെൻട്രിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കഥയും ഇല്ലാത്ത കഥയാക്കി മാറ്റി. ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളൊക്കെ കൊണ്ടുവന്നൊരു മൂവി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. പണ്ടേ ചെയ്തു വെച്ച ആന്തോളജി മൂവീസ് ഒക്കെ എടുത്ത് ഓഡിയൻസിന് ഒന്നുകൂടി കാണിച്ചാൽ മതി. അല്ലാണ്ട് വേറെ സംഭവങ്ങളൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. പിന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് വരുവാണെങ്കിൽ ക്യാമറ ചെയ്തിരിക്കുന്നത് ചന്ദ്രു സെൽവരാജാണ്. ചന്ദ്രുവിന്റെ വർക്ക് കുഴപ്പമില്ലാത്ത വർക്കാണ്. അതുപോലെ തന്നെ കിരൺ ദാസിന്റെ എഡിറ്റിംഗ് ആണ്. മൂവിക്കകത്ത് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള എഡിറ്റിംഗ് ഒന്നുമില്ല. എനിക്ക് ഏറ്റവും പ്രശ്നം തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇതിനകത്ത് ബ്ലെൻഡ് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. ഓരോ മൂവിയെയും ബ്ലെൻഡ് ചെയ്യുന്ന സംഭവമുണ്ട്. ഒരു സ്മൂത്ത് അല്ലാതെ പോകുന്ന ഒരു സംഭവം, ഒട്ടും നമുക്ക് കാണുന്നവർക്ക് സ്മൂത്ത് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വിമൺ സെൻട്രിക് മൂവി ആയിട്ട് ഒരു സ്ത്രീ സ്ക്രിപ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഈ മൂവി ടോട്ടലി എന്നെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സ്ത്രീയിൽ നിന്നും തിരക്കഥ വരുമ്പോൾ ഞാൻ ഇതല്ല പ്രതീക്ഷിക്കുന്നത്, കുറച്ചുകൂടി നല്ല സ്ക്രിപ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ പ്രതീക്ഷ തെറ്റിപ്പോയി.